അപ്പോൾ ഗൈസ് നമ്മൾ അരിമാവിനെ ചൂടുവെള്ളത്തിൽ കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മധുരക്കുഴക്കണയുടെ ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങയും വെല്ലവും മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അതിൽ കൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് കുറുകി മെൽറ്റ് ആവണം. ഈ വെല്ലം മെൽറ്റ് ആവണം. മെൽറ്റായി വന്നിട്ട് നമ്മൾ അതിലോട്ട് തേങ്ങ ഇടുന്നതായിരിക്കും. അരിച്ചിട്ട് വീണ്ടും അതിനെ അത് കഴുകിയതിന് ശേഷം വീണ്ടും അത് ഒഴിച്ചിട്ട് തേങ്ങ ചേർത്ത് നന്നായി വഴറ്റുക. വഴറ്റിയ ശേഷം അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് അതിനെ കഴുകി ആ ഉപയോഗിക്കുന്ന പാത്രം കഴുകിയ ശേഷം ഈ പാവിനെ അതിലൊഴിച്ച് തേങ്ങയും ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയ ശേഷം ഓരോരോ ബോൾ ഇതുമാതിരി ആക്കിയിട്ട് പ്ലേറ്റിൽ വെക്കുക. എന്നിട്ട് കൊഴക്കട്ട മാവ് എടുത്തിട്ട് നന്നായി പരത്തി അതിലിങ്ങനെ ആക്കിയിട്ട് ഈ ഇതിനെ മിക്സ് ചെയ്ത സാധനത്തിന് അതിൽ വെച്ചിട്ട് അമുക്കി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് രണ്ടാമത്തെ തട്ട് വെച്ച് ഇതെല്ലാം അതിൽ വയ്ക്കുക, മൂടി വയ്ക്കുക, എടുക്കുക. എന്നിട്ട് ചൂടോടെ കഴിക്കുക. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മറ്റേ വെല്ലം അരിക്കുകയാണ്. നമ്മളെന്തിനാണ് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ കല്ലും പലതരം സാധനങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അരിച്ച് കെട്ടിയിട്ടുണ്ട്. ഇതിലൊരു ഒന്നുമില്ല, അതിൻ്റെ വേസ്റ്റ് മൊത്തം ഇതിലാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നടക്കാം. അടുത്തതായിട്ട് നമ്മുടെ ചട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പിന്നെയും നമ്മുടെ വെല്ലം പാവ് എടുത്തിട്ടിട്ടുണ്ട്. അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് തേങ്ങയും പാവും കൂടി മിക്സ് ചെയ്ത് എന്നിട്ട് അതിനൊരു പരുവാവും. അത് നമുക്ക് കാണിച്ചു തരാം. തന്നെ ഇനി നമുക്ക് തേങ്ങ ഇടേണ്ട സമയത്ത് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളെന്തായാലും ഉണ്ടാക്കുമ്പോൾ 2 ഏലക്കായ് ചതച്ചിടണം. ഞങ്ങൾക്ക് ഏലക്കായ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ടാവും. നല്ല സ്മെല്ലി ജാഗിരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് നമ്മളിപ്പോൾ തേങ്ങ ഇടുകയാണ്. അല്ല, വെളുത്ത തേങ്ങ. ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ ഇടാം. അപ്പം നമ്മൾ ഇതിനെ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു റേഡിയോയിൽ ഒരു വിചിത്ര സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു പുതിയ ആളാണ് നമ്മുടെ ഈ ഒരു മുത്തശ്ശി. ഈ മുത്തശ്ശിയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഈ മുത്തശ്ശി എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പം നമ്മൾ അതിനോട്ടൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഇടുകയാണ്. അതിനെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ജാഗിരിയും മറ്റേ തേങ്ങയുടെ മിക്സ് ഇവിടെ നല്ലോണം ഒരു നല്ല പരുവത്തി വന്നിട്ടുണ്ട്. നമ്മുടെ മാവ് ചെറു ഉരുളകളാക്കി കുഴക്കട്ട മിക്സ് ചെയ്ത് വെച്ച മാവ് വെള്ളം തിളപ്പിച്ച് കലക്കി ഒഴിച്ച് നല്ല പരുവാക്കിയ മാവ് ചെറു ഉരുളകളാക്കി എടുത്ത ശേഷം പരത്തിയിട്ട് ഒരു കുഴിമാതിരി ആക്കുക. എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ തേങ്ങയും വെല്ലപ്പാവിൽ തേങ്ങയിട്ടത് അതും കൂടി ഇതിൽ വെച്ചിട്ട് നന്നായി കുഴച്ച് നല്ലൊരു ഗോളുമാതിരി ആക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെക്കണം.
എന്നിട്ട് ആ മാവിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് ഒരു ഇതുമാതിരി ആക്കുക. നമ്മളതിനെ മോമോസ്, നമ്മുടെ ഇന്ത്യൻ മോമോസ് ആണിത്. മോമോസ് പോലെ തന്നെ ഉണ്ടാവണം. ശരിക്കും നമ്മൾ മോമോസിൻ്റെ ആ ഡിസൈനിൻ്റെ ഒന്നും എടുക്കുന്നില്ല. അപ്പം നമ്മളിവിടെ വെള്ളം ഒഴിക്കുകയാണ് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ മധുരക്കുഴക്കട്ടേൻ്റെ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോർക്ക് ഇട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. കുത്തിക്കൊടുക്കുക മീൻസ് അമർത്തി കൊടുക്കുക. ഇതൊരു ഡിസൈൻ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാൾച്ചേച്ചി ഒരു വേറൊരു ഡിസൈൻ ചെയ്യാൻ പോണ്. ഓ, ഇത് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന മോമോസ് പോലെ ഉണ്ടക്കുട്ടി. ഇനി അടുത്തതിനെ അടുത്ത് തിരിച്ചുകൊണ്ടിട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഓരോന്നേ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു തട്ടിൽ 4 എണ്ണം അല്ല വെക്കുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ സ്ഥലം ഉള്ളതുകൊണ്ട് നമ്മൾ ആ സാധനം വെക്കുകയാണ്. നടുക്കും കൂടി ഓർമ്മ വെച്ചോ. അപ്പം നടുക്ക് ആ ഡിസൈൻ ഉള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവി കയറ്റാനായിരിക്കുന്നു. നമ്മൾ ആവി കയറ്റാനായിട്ട് അതിനെ അടിയിൽ തീ കൊടുത്തിരിക്കുകയാണ്. തീയല്ല, ഗ്യാസ്. അപ്പോൾ നമ്മുടെ സാധനം ആയിട്ടുണ്ട്. അടിയത്തെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നമുക്കതിനെ എടുക്കണം. വാവ്, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ചേർത്ത് തരിക. എന്നിട്ട് പായസം നമ്മുടെ മധുരക്കുഴക്കട്ട ഇവിടെ ആയിക്കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് മധുരക്കുഴക്കട്ട. പായസം ഇവിടെ ടേസ്റ്റിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ചേച്ചീനെയാണ്. വാവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ടേസ്റ്റിംഗ് ടൈമാണ് ഇനി. പിടിച്ചെടുക്കട്ടെ ഗൈസ്. കഴിച്ചോക്കാം. അടിപൊളി. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.